कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे पद्मानने पद्म ऊरु पद्माक्षी पद्मसंभवे त्वं मां भजस्व पद्माक्षी येन सौभाग्यं लभाम्यहम् अश्वदायी गोदायी धनदायी महाधने धनं मे जुषतां देवी सर्वकामां च देहि मे ചരിത്രത്തിൻ്റെ വഴികളിൽ ഒരു പുഴയെ വെട്ടിമാറ്റി ഒഴുക്കിയതിൻ്റെ ഓർമ്മകളുമായി ഉണർന്നു നിൽക്കുന്ന ഒരു ഗ്രാമം. ഇത് വെട്ടിയാർ എന്ന ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ പേരിനെക്കുറിച്ച്, ഈ ഗ്രാമവുമായി ബന്ധപ്പെട്ട ചരിത്രത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, ഐതിഹ്യത്തെക്കുറിച്ച് പറയുവാനായി ഒരു നഗരവീഥിയിലാണ് നാം എത്തി നിൽക്കുന്നത്. പന്തളത്ത് നിന്നും 9 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ഗ്രാമം. അതായത് പന്തളത്തിനും മാവേലിക്കരയ്ക്കും മധ്യയുള്ള ഗ്രാമമാണ് വെട്ടിയാർ എന്നത്. വെട്ടിയാർ എന്ന ഈ ഗ്രാമത്തിൽ നാം എത്തിയത് ഇവിടുത്തെ മഹനീയമായൊരു ക്ഷേത്രഭൂമിയിലെ 10ാം ഉദയത്തിൻ്റെ ഉത്സവമായി ഒത്തുചേരുവാനാണ്. 10ാം ഉദയ ഉത്സവം ഇവിടെ ഈ ദേശത്തിൻ്റെ ഉത്സവങ്ങളുടെ സമാപനം കുറിക്കലാണ്. അതുകൊണ്ട് തന്നെ ഉത്സവങ്ങൾക്ക് ഇനി ഒരു വർഷം കാത്തിരിക്കേണ്ട ജനങ്ങളുടെ മനസ്സിലേക്ക് വലിയ കെട്ടുകാഴ്ചകൾ ഉയർന്നു വരുന്ന കാഴ്ചകൾ കാണുവാനും അതറിയുവാനുമാണ് ഈ ദേശഭൂവിലേക്ക് നാം എത്തി നിൽക്കുന്നത്. ചരിത്രത്തിനൊപ്പമുള്ള യാത്രയിൽ ഇവിടെ പുഴയും നമുക്ക് കൂട്ടാകും. ഉത്സവം ഒരു ഗ്രാമവാസികൾക്ക് ഒത്തുചേരാനുള്ളതാണ്. എന്നാൽ പണ്ട് കേരളത്തിലെ ഗ്രാമോത്സവങ്ങൾ അതിനുവേണ്ടി മാത്രമുണ്ടായിരുന്നതല്ല. കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി പിന്നെ വരും കാലത്തേക്ക് പ്രകൃതിയിൽ മണ്ണിൽ എന്തൊക്കെ വിതയ്ക്കണമെന്ന് തീരുമാനിക്കാനുള്ള കാലം കൂടിയായിരുന്നു. അതുമാത്രമല്ല, വാണിഭങ്ങളെല്ലാം കമ്പോളങ്ങളെല്ലാം ഏറ്റവും സജീവമായിരുന്ന കാലമാണ്. ഓരോ അമ്പലപ്പറമ്പും അന്ന് വാണിഭ കേന്ദ്രങ്ങളായി മാറുമായിരുന്നു. കാലിച്ചന്തകളും കാർഷിക ചന്തകളും ഒക്കെയായി മാറിയിരുന്ന കാലം. ആ കാലം എങ്ങോ മറഞ്ഞുപോയി എന്ന് നമുക്കറിയാം. പ്രകൃതി ഇപ്പോൾ നനവിനായി കാത്തിരിക്കുകയാണ്. പെയ്യാൻ കാത്തിരിക്കുന്നൊരു മഴയുടെ ആരവങ്ങൾക്ക് വേണ്ടി എല്ലാ മനസ്സും കാത്തിരിക്കുന്നൊരു കാലഘട്ടത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോഴാണ് ഇവിടെ 10ാം ഉദയത്തിൻ്റെ ഉത്സവവും എത്തുന്നത്. ഇവിടെയും വാണിഭങ്ങൾ സജീവമാകുന്നു. പക്ഷേ കാർഷികോത്സവത്തിൻ്റെ ഓർമ്മ മാത്രം ബാക്കിയാകുന്നു. ഒരു നല്ല ഉത്സവത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനാണ് ഈ ഒത്തുചേരൽ. അതിന് ആദ്യം കാണാം അമ്മയുടെ വാക്കുകൾ. ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കള്ളം പറയാതെ
സത്യത്തിൽ മാത്രം അടിയുറച്ച് ഒരു ജീവിതം നയിക്കുവാൻ നോക്കുക. കലിയുഗത്തിൽ സത്യനിഷ്ഠയാണ് ഏറ്റവും വലിയ തപസ്. അമ്മയുടെ വാക്കുകളിലൂടെ തപസ്സിന്റെ മഹത്വം അറിയുവാൻ നമുക്കാകട്ടെ. പരശുരാമൻ മഴു എറിഞ്ഞ് മലയാള നാട് ഉണ്ടാക്കിയ നാൾ തൊട്ട് കേരളമാകെ മുഴങ്ങുന്നതാണ് ആ വാക്ക്. ചങ്ങാതിമാരായ അളിയന്മാർ. അമളി പറ്റിയ അളിയന്മാർ. തമ്മിൽ തല്ലിയ അളിയന്മാർ. അളിയന്മാർ പലവിധം. കഥയിലും സിനിമയിലും അയൽപക്കത്തും നിങ്ങൾ കണ്ട അളിയന്മാർ ഇവിടെ ഇല്ലേ ഇല്ല. ഈ അളിയന്മാർ അമൃത ടിവിയിൽ മാത്രം. ഫെബ്രുവരി 17 മുതൽ വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് തുറന്ന പൊട്ടിച്ചിരിക്കായി കാത്തിരിക്കും. എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. വെട്ടിയാർ പള്ളിയറ ഭഗവതി ക്ഷേത്ര തിരുമുറ്റത്താണ് നാം ഇപ്പോൾ. 10ാമത് ഉത്സവത്തിന് തയ്യാറായി നിൽക്കുന്ന വലിയ എടുപ്പ് കുതിരകളെ പശ്ചാത്തലത്തിൽ കാണാം നമുക്ക്. എടുപ്പ് കുതിരകൾ ഈ ദേശത്തിൻ്റെ ഉണർവാണ്. കാർഷിക ഉത്സവത്തിൻ്റെ അറിയിപ്പ് കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിലൂടെ വരുന്ന ഈ ഒരു എടുപ്പ് കുതിരകളിലൂടെ, അല്ലെങ്കിൽ പുഴ നീന്തി വരുന്ന എടുപ്പ് കുതിരകളിലൂടെയൊക്കെയാണ് നാം അറിയുക. വലിയ തിരുമുറ്റത്ത്, ക്ഷേത്ര തിരുമുറ്റത്ത് എത്തി നിൽക്കുമ്പോൾ, 10ാമതയത്തിൻ്റെ ഉത്സവ ആഘോഷങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ നാം അറിയുന്നത് ഈ ദേശമഹത്വം തന്നെ. ഇവിടെയാണ് ചെട്ടികുളങ്ങര ക്ഷേത്രഭൂമിയുമുള്ളത്. പദ്മാനനേ പദ്മ ഊരു പദ്മാക്ഷി പദ്മസംഭവേ ത്വം മാം ഭജസ്വ പദ്മാക്ഷി യേന സൗഖ്യം ലഭാമ്യഹം. അശ്വതായി ഗോദായി ധനദായി മഹാധനേ ധനം മേ ജുഷതാം ദേവി സർവകാമാംശ്ച ദേഹി മേ. ഗണപതി എന്ന ദേവതയെക്കുറിച്ച് ധന്യമീ ദിനത്തിൽ എത്രയോ തവണ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഏകദന്ത ഗണപതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സിന്ദൂര ഗണപതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിലും കവിഞ്ഞ ചില വ്യാഖ്യാനങ്ങൾ ഈയിടെ ചിദംബരത്ത് പോയപ്പോൾ തന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട മഹാപണ്ഡിതന്മാരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോഴാണ് നമുക്കറിയാത്ത പല അർത്ഥവും കിട്ടുന്നത്. വേദാന്തത്തിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ് തന്ത്രശാസ്ത്രം നിൽക്കുന്നത്. അത് മനസ്സിലാക്കുന്നവർ അപൂർവം. ഈ തന്ത്ര എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആണ്. ഗണപതിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്പരത്തിപ്പൂവാണ്. ചുവന്ന ചെമ്പരത്തി. എല്ലാ നിറത്തിനും അതിൻ്റേതായുള്ള അർത്ഥതലങ്ങൾ ഉണ്ട്. വെള്ള നിറം എന്ന് പറഞ്ഞാൽ വെള്ള എന്ന് നിന്നാണ് വെള്ളം എന്ന് വന്നത്. ഭൂമിയുടെ നിറം മഞ്ഞയാണ്. ഫൈനൽ എലിമെൻറ്റ് സിലിക്കോൺ ഡയോക്സൈഡാണ്, അതിൻ്റെ നിറം മഞ്ഞയാണ്. ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്ന എനർജി ലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടം ചുവപ്പാണ്. ചുവപ്പ് അഗ്നിയുടെ നിറമാണ്. ഇങ്ങനെ പല നിറങ്ങളിൽ ചെമ്പരത്തി ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന അഗ്നിയുടെ നിറമായതിനാൽ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉയർത്താൻ ഗണപതി ചെമ്പരത്തി പുഷ്പം ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ഗോപ്യമാണ്, രഹസ്യവും ആണ്. ചെമ്പരത്തിക്ക് ധാരാളം ദലങ്ങൾ ഉണ്ട്. നമ്മുടെ ആധാരചക്രങ്ങളിൽ ഓരോന്നിനും ഇത്ര ദലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂലാധാരത്തിന് ഇത്ര,
സ്വാധിഷ്ഠാനത്തിന്, മണിപൂരത്തിന്. ഒടുവിൽ സഹസ്രദള പത്മം ആണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അവിടെ സഹസ്രം എന്ന് പറഞ്ഞാൽ കൃത്യം 1000 എന്നുള്ള അർത്ഥമല്ല, ധാരാളം എണ്ണിയാൽ തീരാത്തത് എന്നാണ് സഹസ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ വേർപെടുത്തിയാൽ യഥാർത്ഥത്തിൽ കാണുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ തന്ത്രശാസ്ത്രപരമായ അനാറ്റമിയാണ് കാണുന്നത്. ആ ആധാരചക്രങ്ങൾ ഓരോന്നും ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ തണ്ടിൽ ഉണ്ട്. ഏറ്റവും മുകളിൽ സഹസ്രാരം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇത് കൃത്യമായിട്ട് ഈ തണ്ടിൽ കാണാനായിട്ട് കഴിയും. അത് വ്യാഖ്യാനമല്ലേ എന്ന് ചോദിക്കാം. ഇത് വ്യാഖ്യാനം എന്നല്ല, പ്രപഞ്ചത്തിലെ ഓരോ ചെടിക്കും ഇലയ്ക്കും വരെ ഈ ബന്ധങ്ങൾ ഉണ്ട്. നമ്മുടെ കണ്ണ് പോലെയാണ് കരൾ. അതുകൊണ്ടാണ് കണ്ണും കരളും എന്ന് പറയുന്നത്. കരളിന് അസുഖം വരുമ്പോൾ അത് കണ്ണിനെ ബാധിക്കും. കണ്ണിനെ നോക്കി മാത്രം ചികിത്സിക്കുന്ന വൈദ്യന്മാർ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ചെമ്പരത്തി, അതും ചുവന്ന ചെമ്പരത്തി, ഗണപതിക്കിഷ്ടമാണ് എന്ന് പറയുന്നതിൻ്റെ പിറകിൽ അതിൻ്റെ ദളങ്ങൾ, ആ ദളങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ആധാരചക്രവുമായിട്ട് ബന്ധപ്പെട്ട് സകല ചെടികൾക്കും ഇലകൾക്കും ഈ പ്രത്യേകതകൾ ഉണ്ട്. നമ്മൾ മുത്തിൽ എന്ന് വിളിക്കുന്ന ചെടി കൃത്യമായിട്ട് അത് സുബ്രഹ്മണ്യനാണ്. സുഷുമ്ന എന്ന നാഡി, മസ്തിഷ്കത്തിൻ്റെ 2 ഭാഗങ്ങൾ, അതിൻ്റെ ഔഷധമൂല്യവും ശരീരവും ആയിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴാണ് മുത്തുകൾ എന്താണെന്ന് മനസ്സിലാവുക. അപ്പുറത്ത് വേറൊരു ചെടിക്ക് മറ്റൊരു ഗുണമാണ് ഉള്ളത്. ഒന്നും മോശം അല്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, അസുഖം വരുമ്പോൾ ഒന്നും ചോദിക്കേണ്ട, പുറത്തേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ചുറ്റുമുള്ള കായ്കനികളും ഇലകളും ഒക്കെ ഉണ്ടാക്കിയത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവയവത്തിന് പ്രാണശക്തി കൂടുതൽ കൊടുക്കാൻ വേണ്ടിയാണ്. ഈ ഗണപതി തത്വം നമ്മളുടെ ദ്വാപര കലിയുഗത്തിൽ ഗണപതി തത്വത്തിന് കൃതയുഗത്തിൽ സിംഹമാണ് വാഹനം ഗണപതിയുടെ എന്ന് തന്ത്രശാസ്ത്രക്കാർ പറയാറ്. കൃതയുഗം എന്ന് പറഞ്ഞാൽ സത്യയുഗമാണ്. അന്ന് സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൃതയുഗത്തിൽ സിംഹമായിരുന്നു ഗണപതിയുടെ വാഹനം. ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ മയിൽ ആണ് വാഹനം. സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലാണ്. ആധാരചക്രങ്ങളിൽ മൂലാധാര ചക്രത്തിൻ്റെ ബീജമന്ത്രമാണ് സരിഗമ പദനി എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയരുകയാണ്. അത് പതുക്കെ ഒരു മയിൽ പീലി വിടർത്തി പതുക്കെ മോയപ്പോട്ട് ഉയരുന്നത് പോലെയാണ് ഈ ശക്തിവിശേഷം ഉയരുക. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ്റെ മയിൽ എന്ന് പറയുന്നത്. അയാളിങ്ങനെ പതുക്കെ വരുന്നുള്ളൂ, നമ്മുടെ നടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് വരെ അർത്ഥമുണ്ട്. ദ്വാപരയുഗത്തിൽ ആകട്ടെ ഗണപതിയുടെ വാഹനം എലിയാണ്. ചപലവ്യാമോഹങ്ങളെ നിയന്ത്രിക്കുക. കലിയുഗത്തിലേക്ക് വരുമ്പോൾ അത് കുതിരയായിട്ട് മാറുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, കുതിര എന്ന് പറഞ്ഞാൽ സ്പീഡ്, വേഗത. 2 രീതിയിൽ കുതിരയെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. ഒന്ന് വേഗത കൂട്ടുക എന്ന കാര്യത്തിൽ, 2 നിയന്ത്രിച്ച് നിർത്തുക എന്ന അർത്ഥത്തിൽ. ശാസ്താവിൻ്റെ വാഹനം കുതിരയാണ്. അവിടെ കുതിര എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരുന്നാൽ ശരി, കടിഞ്ഞാൻ പിടിച്ചാലേ കുതിര നിൽക്കുക. അങ്ങനെ വരുമ്പോൾ ഗണപതി തത്വത്തിൻ്റെയും ഗണപതി ഇഷ്ടപ്പെട്ട ചെമ്പരത്തിപ്പൂവിനെക്കുറിച്ചും എത്ര പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.
സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. ഒരു ഉത്സവത്തിന് തയ്യാറെടുത്തുകൊണ്ട് എടുപ്പ് കുതിരകൾ അവസാനത്തെ മിനുക്കുപണികൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടുറപ്പുകളെല്ലാം ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ടുള്ള അവസാന നിമിഷത്തെ മിനുക്കുപണികൾ. ഒരു ബുദ്ധമത സങ്കല്പത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ സ്തൂപങ്ങളെന്ന് മനസ്സിലാക്കുന്നു. എന്നാലും അതിനെക്കുറിച്ചല്ല, ഇപ്പോൾ നാം ക്ഷേത്രഭൂമിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. വെട്ടിയാറിൻ്റെ തീരത്ത് ദേവതാ സങ്കല്പം ഉണ്ടായി വന്നതിൻ്റെ ഐതിഹ്യം പറയുവാൻ നാം വെട്ടിയാർ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ വിശ്വാസങ്ങൾ തന്നെയാണ് അറിയേണ്ടത്. അതിലേക്ക് കടന്നു ചെല്ലാം. പള്ളിയറക്കാവ് ക്ഷേത്രഭൂമി. ദർശനത്തിനായി ഇവിടേക്ക് എത്തിയാൽ വലിയ കെട്ടുകാഴ്ചകൾക്ക് നിറഞ്ഞു നിൽക്കുവാനായുള്ള തിരുമുറ്റം കഴിഞ്ഞാൽ പിന്നെ നാം ക്ഷേത്രമതിൽക്കകത്തേക്ക് പ്രവേശിക്കുന്നു. ഇവിടെയും വലിയ മുറ്റം തന്നെയാണുള്ളത്. ഈ മുറ്റത്തിന് ഒത്ത മധ്യത്തിലായി ആനപ്പന്തൽ കാണുന്നു. അത് കഴിഞ്ഞ് അകത്തേക്ക് കടക്കുമ്പോഴാണ് ശ്രീകോവിൽ. ഇവിടെ പ്രസന്നഭാവത്തിൽ ദേവീ ചൈതന്യം ദർശനമരുളുന്നതിൻ്റെ സൗഭാഗ്യം നിറഞ്ഞ കാഴ്ചകളാണ് കാണുവാനുള്ളത്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഉത്തമമായ ഭാവത്തിൽ ഉണർന്നു നിൽക്കുന്നു. ജയ ഭഗവതി ദേവി നമോ വരദേ, ജയ പാപ വിനാശിനി ബഹുബലദേ, ജയ ശുംഭ നിശുംഭ കപാലധരേ, പ്രണമാമി തു ദേവി നരാതിഹരേ. 19-ാം നൂറ്റാണ്ടിൽ ചെന്നീർക്കര രാജകുടുംബത്തിലെ ചിലർ പന്തളം മുതൽ പടിഞ്ഞാറോട്ടുള്ള പ്രദേശങ്ങളിൽ താമസമുറപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. ഇതിൽ ഒരു കുടുംബം വെട്ടിയാറിൻ്റെ കിഴക്കേ അറ്റത്ത് ചുറ്റും കോട്ട കെട്ടി താമസമുറപ്പിച്ചു. ഈ പ്രദേശമാണ് ഇപ്പോൾ കോട്ടമല എന്നറിയപ്പെടുന്നത്. അവരുടെ ആശ്രിതരും കാവൽക്കാരുമായിരുന്ന ആളുകൾ താമസിച്ചിരുന്ന സ്ഥലം ഇന്നും പുറ്റുകളായി നിലനിൽക്കുന്നു. രാജകുടുംബത്തിലെ ആളുകൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുളത്തിന് ഇലവന്തിക്കുളം എന്നായിരുന്നു പേര്. കുളം ഇപ്പോഴും ഏത് വേനലിലും വെള്ളം പറ്റാതെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ സമ്പൽ സമൃദ്ധിയോടെ താമസിച്ചിരുന്ന രാജകുടുംബവും അന്നത്തെ നാട്ടുപ്രമാണിമാരും തമ്മിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ തുടങ്ങിയ ശീതസമരം വലിയ കലഹമായി മാറി. ഇവരോട് മത്സരിച്ച് നിൽക്കാനാവാതെ നാടും സകല സ്വത്തുക്കളും ഉപേക്ഷിച്ച് രാജകുടുംബത്തിന് പലായനം ചെയ്യേണ്ടി വന്നു. എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടും പള്ളിയറയിൽ വെച്ച് ആരാധിക്കുന്ന ദേവീ വിഗ്രഹം കൊണ്ടുപോകുന്നതിന് അവർ മറന്നില്ല. പോകുന്ന സമയത്ത് ഇവർ വെട്ടിയാറിലെ ജനങ്ങളെ ശപിച്ചു എന്നും പറയപ്പെടുന്നു. അതിനുശേഷം നാടിനും നാട്ടുകാർക്കും വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നാട്ടിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തിൽ ഭയവിഹ്വലരായ നാട്ടുകാരും കരപ്രമാണിമാരും ചേർന്ന് പ്രശ്നം വയ്ക്കുകയും ദേവപ്രശ്നത്തിൽ രാജവംശത്തിൻ്റെ ശാപം തെളിയുകയും ചെയ്തു. നാട്ടുകാരും പ്രമാണിമാരും ചേർന്ന് ചെന്നീർക്കര തമ്പുരാനെ മുഖം കാണിച്ച് ക്ഷമാപണം നടത്തുകയും ശാപമോക്ഷത്തിനായി അപേക്ഷിക്കുകയും ചെയ്തു. കരുണ തോന്നിയ തമ്പുരാൻ തൻ്റെ പള്ളിയറയിലെ ആരാധനാമൂർത്തിയായ ലോകമായാദേവിയും കാരുണ്യസ്വരൂപിയും ശാന്തസ്വരൂപിയുമായ ഭദ്രകാളി ദേവീ വിഗ്രഹം നാട്ടുകാർക്ക് കൊടുത്തു. എന്നിട്ട് യോഗീശ്വര തുല്യനായ തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളീ ആരാധിക്കുന്ന ദേവിയെ എത്ര കണ്ട് ആരാധിക്കുന്നു അത്രയും ഐശ്വര്യവും, എത്ര അനാദരിക്കുന്നുവോ അത്രയും കഷ്ടതകളുമുണ്ടാകും. പ്രമാണിമാർ സസന്തോഷം ദേവിയെയും കൊണ്ട് നാട്ടിലെത്തി. മടത്തിലേത്തുകാവ്, കുഴിവേലിക്കാവ്, കണ്ടാളൻകാവ് എന്നിവിടങ്ങളിലും ഏറ്റവും അവസാനം പുത്തൂർ കാവിലും വെച്ച് ആരാധന നടത്തി വന്നു. അതിനുശേഷം പുത്തൂർ കാവിന് പടിഞ്ഞാറ് വശമുണ്ടായിരുന്ന യക്ഷി അമ്പലത്തിനോട് ചേർന്ന് കിഴക്കോട്ട് ദർശനമായ വിധിപ്രകാരം ചുറ്റമ്പലവും ശില്പകലാചാരുതയോടുകൂടി ശ്രീകോവിലും പണികഴിപ്പിച്ച് ദേവിയെ പ്രതിഷ്ഠിച്ചു.
ഭദ്രകാളി ദേവി കിഴക്കോട്ട് ദർശനമായാണ് നിലകൊള്ളുന്നതെങ്കിൽ അതുപോലെ തന്നെ യക്ഷിയും കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്നത് ഇവിടെ യക്ഷിക്കുള്ള പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഈ യക്ഷി അമ്പലമായിരുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ പ്രാധാന്യമേറുന്നത്. ചുനക്കര തേവലശ്ശേരി ഇല്ലത്ത് നിന്ന് തിരുമേനിയെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ഇല്ലം പണികഴിപ്പിച്ച് താമസിച്ച് പൂജകൾ നടത്തി വന്നിരുന്നു ഇവിടെ. പുത്തൂർക്കാവിൽ ദേവി ഇരുന്ന സ്ഥലം ക്ഷേത്രം പണിഞ്ഞ് പീഠം വെച്ച് അമ്മയുടെ പൂർവ്വസ്ഥാന സങ്കല്പത്തിൽ ആരാധന നടത്തി വരുന്നു. ക്ഷേത്രഭൂമിയിൽ കന്നി രാശിയിലായാണ് ഗണപതി സാന്നിധ്യമുള്ളത്. പടിഞ്ഞാറ് ദർശനമായി മാടസ്വാമിയെയും ഉപദേവനായി ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഉപദേവതകളായ നാഗരാജാവിനും നാഗയക്ഷിക്കും തുലാം മാസത്തിലെ ആയില്യം നാളിൽ കാവിൽ 100 പാലും പ്രധാനമായി ആയില്യം പൂജ നടത്തപ്പെടുന്നു. പ്രധാന ദേവീക്ഷേത്രങ്ങളിലെല്ലാം സഹോദരഭാവത്തിൽ ശ്രീകൃഷ്ണൻ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഉപദേവതാമൂർത്തിയായി ശ്രീകൃഷ്ണ ചൈതന്യം ക്ഷേത്രത്തിന്റെ ഗാംഭീര്യത്തെ വിളിച്ചൂതുന്നു. വെട്ടിയാറിലെ 7 NSS കരയോഗങ്ങൾ ചേർന്ന് സംയുക്ത സമിതിയിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ഉത്സവം നടത്തുന്നതും ഇവർ തന്നെയാണ്. കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിച്ചവരാണ് ഗ്രാമവാസികളിലധികം. ഹരിതാഭമായ ഗ്രാമം വേനൽ ചൂടിലേക്ക് ഇടറി വീഴുന്ന കാലത്താണ് ഇവിടെ ഉത്സവത്തിൻ്റെ സമയമാകുന്നത്. ജാതിമത ഭേദം മറന്ന് ഗ്രാമവാസികൾ ഒത്തൊരുമിച്ച് വെൺമണി, ബുധനൂർ, പാണ്ടനാട് വഴി ഒഴുകിക്കൊണ്ടിരുന്ന അച്ചൻകോവിലാറ് വെൺമണി ശാർങ്ങക്കാവ് ക്ഷേത്രത്തിന് താഴെ ഉത്തരപ്പള്ളിക്കയത്തിന് അരികിൽ നിന്ന് വെട്ടി ഗതി മാറ്റി ഒഴുക്കി. അങ്ങനെ വെട്ടിയാർ എന്ന സ്ഥലനാമം ഉണ്ടായതായി പറയുന്നു. സ്ഥലനാമത്തെക്കുറിച്ച് മറ്റൊരു കഥ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. മാർത്താണ്ഡവർമ്മ വേണാട് ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ബുധനൂർ ഗ്രാമത്തിലെ ചിലരോട് ശത്രുതയുണ്ടായി. അങ്ങനെ ബുധനൂർ ഗ്രാമത്തിലെ ചില പ്രമാണിമാരെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വെൺമണി ബുധനൂർ പാണ്ടനാട് വഴി ഒഴുകിക്കൊണ്ടിരുന്ന അച്ചൻകോവിലാറ് കുടിവെള്ളത്തിനായി കാത്തിരുന്ന ഈ ഗ്രാമവാസികളുടെ സഹായത്താൽ ശാർങ്ങക്കാവ് ക്ഷേത്രത്തിന് തൊട്ട് പടിഞ്ഞാറ് വെച്ച് വെട്ടി ഗതി മാറ്റി ഒഴുക്കി. അങ്ങനെ വെട്ടിയാറ് ഈ പ്രദേശത്തുകൂടി ഒഴുകി തുടങ്ങി. എന്തു തന്നെയായാലും മനുഷ്യപ്രയത്നം പ്രകൃതിയോട് പോലും മത്സരിച്ച് ജയിച്ചതിൻ്റെ ചരിത്രമാണ് ഈ നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനാകുന്നത്. വിസ്തൃതമായ ഒരു ഭൂപ്രദേശത്ത് പുഴയുടെ തീരത്ത് ചെറുതായ ഒരു ക്ഷേത്രം. എങ്ങനെയാണ് ഇവിടെ ബൃഹത്തായ ഒരു മാതൃഭാവം കുടികൊള്ളുന്നത്? അതറിയണമെങ്കിൽ നാം മനുഷ്യ സംസ്കാരത്തെ മനസ്സിലാക്കണം. എങ്ങനെയാണ് വെട്ടിയാറിൽ തേജോമയിയായ അമ്മയുടെ സാന്നിധ്യമുണ്ടായി വന്നത്? അത് കർഷക ജനതയുടെ ഊർവരതയുടെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമാണ്. ഒരു കാലത്ത് ഇവിടെ പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വരദാനങ്ങളെല്ലാം അനുഭവിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിച്ചിരുന്നൊരു തലമുറയുണ്ടായിരുന്നു. ആ തലമുറ ഈ ദേശത്തെ ഒരു മനോഹര ഗ്രാമമാക്കി മാറ്റി. ഈ ഗ്രാമത്തിൻ്റെ തേജസ്സിലേക്ക് അന്ന് അച്ചൻകോവിലാറ് വഴിമാറി ഒഴുകിയെത്തി. അതൊരു രാജാവിൻ്റെ ശ്രമം കൊണ്ടോ നാട്ടുകാരുടെ കൂട്ടായ ശ്രമം കൊണ്ടോ അല്ലെങ്കിൽ നദിയുടെ തന്നെ സ്വയം കൽപ്പന കൊണ്ടോ ആവാം. പക്ഷേ നദിക്ക് അല്ലെങ്കിൽ നനവിന്, ആർദ്രതയ്ക്ക് ഇങ്ങോട്ട് ഒഴുകിയെത്താനാവുമായിരുന്നില്ല. പക്ഷെ നദിക്ക്, ആർദ്രതയ്ക്ക് ഈ ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയേ മതിയാവുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒഴുകിയെത്തിയ നനവ് ഇവിടെ കൃഷിഭൂമിയിൽ നല്ല വിളവുകൾ കൊണ്ടെത്തിച്ചപ്പോൾ ആ വിളവുകളുടെ ദേവത പ്രകൃതി ദേവതയാണെന്ന് അവരറിഞ്ഞു. പ്രകൃതി ദേവത തിന്മയ്ക്കെതിരെ സംഹാരഭാവം കൊള്ളുന്ന ദേവിയാണ്. ആ സംഹാരഭാവമാണ് ഭദ്രകാളി ചൈതന്യത്തിലുമുള്ളത്. പള്ളിയറക്കാവിലമ്മ ഏവരെയും സാത്വിക ഭാവത്തിൽ അനുഗ്രഹിക്കുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി കരവലയത്തിൽ ഒതുക്കുന്ന അമ്മ തന്നെയാണ്. പക്ഷേ തിന്മയുടെ നേർക്ക് ആ രൗദ്രഭാവം മുഴുവനും ഉണർന്നു വരുന്നത് കാണുവാനാകുന്നു. തിന്മയില്ലാത്ത മക്കളായി ധാരാളം ഭക്തർ ഉത്സവ നാളുകളിൽ ഇവിടെ തടിച്ചുകൂടുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പ്രകൃതി ദേവിയുടെ ശക്തി വിശ്വാസമാണ്. അച്ചൻകോവിലാർ ഒഴുകിയ നാടിൻ്റെ വിശ്വാസങ്ങളുടെ മേന്മയാണ്. ഒപ്പം കൃഷിയെ അറിഞ്ഞിരുന്ന, പ്രകൃതിയെ അറിഞ്ഞിരുന്ന ഒരു ജീവിതത്തിൻ്റെ തുടിതാളവും.
മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പ്രദേശമാണ് വെട്ടിയാർ. വെട്ടിയറ പള്ളിയറക്കാവ് ദേവീക്ഷേത്രത്തിലെ പറക്കെഴുന്നള്ളത്തിന്റെ അവസാനം നടക്കുന്ന ഊരുവലത്ത് ദിവസം ദേവി വെട്ടിയാർ ജമാഅത്തിലെത്തി കാണിക്കർപ്പിച്ച് ജമാഅത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി മടങ്ങുന്നു. അതുപോലെ തന്നെ ജമാഅത്തിലെ ചന്ദനക്കുടം എഴുന്നള്ളിപ്പ് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടുകൂടി പള്ളിയറക്കാവിലെത്തി പറ വഴിപാടായി സ്വീകരിച്ചു മടങ്ങുന്ന പുരാതന ആചാരം ഇന്നും അതിൻ്റെ പവിത്രതയോടെ തുടർന്നു പോകുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഈ ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട ഉത്സവ കാര്യങ്ങളിലും അതിൻ്റെ നടത്തിപ്പിലും ക്രമപ്പെടുത്തലുകളിലുമൊക്കെ ക്ഷേത്ര ഭരണസമിതിയുടെ വിവേകപൂർവമായ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ്. അത്രയ്ക്ക് നിഷ്ഠയോടുകൂടി കൃത്യതയോടുകൂടിയാണ് വലിയ ആഘോഷമായ പത്താമുദയത്തിൻ്റെ ഉത്സവം ഇവിടെ നടത്തപ്പെടുക. വെട്ടിയാർ ഒരു കാർഷിക ഗ്രാമമായിരുന്നു ഒരു കാലത്ത്. ഇന്നും അതിൻ്റെ ബാക്കി പത്രങ്ങൾ അവിടെ ഈ ഗ്രാമത്തിലൂടെ യാത്ര നടത്തി നമുക്ക് കാണാം. കാർഷിക ഗ്രാമങ്ങളിൽ കാർഷിക ഉൽപ്പന്നം കൊണ്ട് ജീവിച്ചിരുന്ന നല്ല കർഷകർ നന്മയുടെ ആ പൊലിപ്പാട്ട് പാടിയിരുന്ന നാളിൻ്റെ ഓർമ്മകളാണ് പത്താമുദയത്തിലെത്തുക. വിഷു കഴിഞ്ഞ് 10-ാം നാൾ. ഈ 10-ാം ഉദയത്തിൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഏറെ പ്രധാനപ്പെട്ട നാളാണ്. നല്ല വിത്ത് തിരഞ്ഞെടുക്കുക, നല്ല വിത്ത് പാകാൻ തീരുമാനിക്കുക ഒക്കെയും ഈ ദിവസത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ വിഷു കഴിഞ്ഞെത്തുന്ന 10-ാം നാളിലെ 10-ാം ഉദയം ഏറെ പ്രസിദ്ധവും ആ ദിവസം തന്നെ ഉത്സവത്തിന് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ദേവിക്ക് നിവേദ്യത്തിനുള്ള ഒരു വർഷത്തേക്കുള്ള നെല്ല് അന്നിവിടെ കരുതുക എന്നതും 10-ാം ഉദയത്തിൻ്റെ വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് 10-ാം ഉദയത്തിൻ്റെ ഉത്സവത്തെ കെങ്കേമമായി ആഘോഷിക്കുന്നത്. ആ ആഘോഷം അറിയുവാനാണ് നാം ഇവിടേക്ക് എത്തിയത്. ക്ഷേത്രഭൂമിയുടെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും കാഴ്ചകളും കണ്ടു കഴിഞ്ഞുവല്ലോ. നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. പദ്മാനനേ പദ്മഊരു പദ്മാക്ഷി പദ്മസംഭവേ ത്വം മാം ഭജസ്വ പദ്മാക്ഷി യേന സൗഖ്യം ലഭാമ്യഹം അശ്വതായി ഗോദായി ധനദായി മഹാധനേ